ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി എടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് പൊടി, ഇതെല്ലാം കൂടി ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് ഒരേപോലെ മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഒരു 1.5 കപ്പ് അളവിൽ ചക്ക വരട്ടിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. കുഴയ്ക്കുമ്പോൾ ടൈറ്റായിട്ട് തോന്നുവാണെങ്കിൽ കുറച്ച് ശകലം വെള്ളം ചേർത്തിട്ട് നമുക്കൊന്ന് ലൂസാക്കി കുഴച്ചെടുക്കാം. ഒരു കയ്യിൽ ഒട്ടുന്ന ഒരു പാകത്തിനാണ് നമുക്ക് കുഴച്ചെടുക്കേണ്ടത് കേട്ടോ. ചപ്പാത്തി മാവ് പോലെ അങ്ങനെ ടൈറ്റായിട്ട് പോവരുത്. കയ്യിൽ ഒട്ടുന്ന രീതിയിലുള്ളൊരു മാവ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇനി ഒരു ദോശക്കല്ല് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഒരു പാത്രത്തിൽ ശകലം വെള്ളം എടുത്തിട്ട് നമ്മുടെ കൈ ഒന്ന് ജസ്റ്റ് ഒന്ന് മുക്കി കൊടുക്കുക കേട്ടോ. ഈ മാവ് കയ്യിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ മാവിൽ നിന്ന് ഒരു പോർഷൻ ഇങ്ങോട്ട് എടുക്കുക, ഒരു ബോൾ പോലെ ഒരു പോർഷൻ ഇങ്ങോട്ട് എടുക്കാം. എന്നിട്ട് ഈ ചൂടാക്കാൻ വെച്ചേക്കുന്ന ദോശക്കല്ലിന് മുകളിലേക്ക് വെച്ചിട്ട് കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. ഇനി പ്രസ് ചെയ്തിടുമ്പോൾ ഒട്ടുന്നതായിട്ട് തോന്നുവാണെങ്കിൽ കൈ വീണ്ടും ഒന്ന് വെള്ളത്തിലേക്ക് മുക്കിയിട്ട് ഇങ്ങനെ പരത്തി പരത്തി കൊടുത്താൽ മതി. കൈവിരൽ പൊള്ളാതെ ശ്രദ്ധിക്കണം. ഇനി ഒരു വശമായി കഴിയുമ്പോൾ നമുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കാം. ഇനി ഒന്നുകൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഗോതമ്പിൻ്റെ അട റെഡി ആയിട്ടുണ്ട്.